ഹായ്, പക്ഷികളുടെ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു കലാപരിപാടി ഉണ്ടോ? ആ കോസ്റ്റിംഗ് ശീലിച്ചാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഇന്ധനക്ഷമത കൂട്ടാം. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞങ്ങൾ മാരുതി ഡിസൈറിൻ്റെ AMT വേർഷനായിട്ടൊരു ലോങ് ഡ്രൈവിലാണ്. ഡിസൈർ അറിയാലോ, ഇന്ത്യയിലെ ഏറ്റവും ഫ്യൂവൽ എഫിഷ്യൻ്റായ സെഡാനാണ്. അപ്പോൾ ആ സെഡാനായിട്ട് യാത്ര ചെയ്യുമ്പോൾ വന്നൊരു ചിന്തയാണ്, നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്? ഒരൊറ്റ മൂല്യമുണ്ട്. അതാണ് നമ്മൾ പറയാൻ പോണത്, കോസ്റ്റിംഗ്. പക്ഷികളുടെ കോസ്റ്റിങ്ങിനെ അനുകരിച്ച് ഡ്രൈവിങ്ങിൻ്റെ രീതി മാറ്റിയാൽ ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാം. ഇപ്പോൾ കോസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേട്ടിട്ടുണ്ടാവും പക്ഷികൾ കടലിൻ്റെ മുകളിലൂടെ 63 ദിവസമൊക്കെ തുടർച്ചയായിട്ട് പറക്കും. അപ്പം ഇങ്ങനെ പറക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ എനർജി ഇല്ലാതെ തളർന്നു പോകാത്തത്? അതിൻ്റെ ഒരു ഗുട്ടൻസാണ് കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വായുവിൽ ഇങ്ങനെ ചിറകടിച്ച് ഇങ്ങനെ നിൽക്കും. ഗ്ലൈഡ് ചെയ്യാന്ന് പറയില്ല നമ്മൾ. അപ്പോൾ പക്ഷികൾ ഗ്ലൈഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഓരോ ലെവലിലുള്ള മേഘപാളികളുണ്ട്, അതിൻ്റെ മുകളിൽ കയറി നിൽക്കും. അതിൻ്റെ മുകളിൽ എന്ന് വെച്ചാൽ ആ മേഘത്തിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അത് വരെ യൂസ് ചെയ്യും. അപ്പം അങ്ങനെ പോകും. നമ്മുടെ ഡ്രൈവിങ്ങിലെ കോസ്റ്റിംഗ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കാറിൻ്റെ മൂവ്മെൻറ്റ്, സിറ്റുവേഷൻ ഇതെല്ലാം മുതലെടുക്കുക തന്നെ പറയണം കേട്ടോ. മുതലെടുത്തുകൊണ്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്ന രീതിയാണ് കോസ്റ്റിംഗ്. അതെങ്ങനെയാണെന്ന് നമ്മൾ ഡിസൈർ ആയിട്ടുള്ള യാത്രയിൽ ഉള്ളിലിരുന്ന് കാണാം. ഇത് ചെയ്ത് ശീലമായി കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി കൂടും. കോസ്റ്റിംഗ് നമ്മുടെ ഡ്രൈവിങ്ങിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുമ്പോൾ റിയൽ വാഹനത്തിൻ്റെ കോസ്റ്റിംഗ് ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? റിയൽ ആയിട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ജീപ്പ് ഡ്രൈവർമാർ ഒരു കുന്ന് കയറിയിട്ട് താഴേക്ക് ഇറങ്ങാനുള്ള സമയത്ത് എൻജിൻ ഓഫ് ചെയ്യും. അല്ലെങ്കിൽ ചിലർ ബൈക്കിൽ ക്ലച്ച് താങ്ങിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് പോകും. അത് പക്ഷേ വെരി ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് ശരിക്കും വാഹനങ്ങളുടെ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്യാൻ പാടില്ലാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി പോവും, ബ്രേക്ക് കിട്ടാതാവും. ആ കോസ്റ്റിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ രീതിക്ക് ഒന്ന് മാറ്റിമറിക്കും. അതാണ് നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടാനുള്ള കോസ്റ്റിംഗ്. അപ്പോൾ നമ്മുടെ കോസ്റ്റിംഗ് എന്താണെന്നറിയോ? ആക്സിലറേഷൻ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യണതല്ലേ എന്ന് ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും. സത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഞാൻ സ്ഥിരമായിട്ട് വണ്ടി ഓടിച്ചു പോകുന്നതും ഒക്കെയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ, ആ ഫ്രണ്ട്സായിട്ട് പോകുമ്പോൾ അവരാരും ഇങ്ങനെ കോസ്റ്റിംഗ് എന്നൊരു സാധനത്തെ പറ്റി ആലോചിച്ചിട്ടില്ല. അതായത് ആക്സിലേറ്ററിൽ എപ്പോഴും ഇങ്ങനെ കാലാമർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു ശീലമായിട്ട് മാറിയിട്ടുണ്ട് പലർക്കും. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ കോസ്റ്റിംഗ് എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ഇനി ഓരോ സിറ്റുവേഷനിലും നമുക്ക് കോസ്റ്റിംഗ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഇത് നല്ല തിരക്കേറിയ റോഡാണ്. നമുക്ക് വൈറ്റ് സോളിഡ് ലൈൻ ഉണ്ട് നടുവിൽ, അത് മുറിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ വാഗണാറിന് തൊട്ട് പിന്നിലേക്ക് സ്പീഡിലെത്തിയിട്ട് ഒരു കാര്യമില്ല. സോ ഇവിടെ നമ്മൾ കോസ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു. ഇനി നമ്മൾ ഒരു ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ നോർമലി എന്താ ചെയ്യുക? മുന്നിലൊരു വണ്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ കാല് കൊടുത്ത് പറന്ന് ചെന്ന് അവൻ്റെ ബമ്പറിൻ്റെ അടുത്ത് ഇടിക്കുന്ന പോലെ ബ്രേക്ക് ചെയ്ത് നിർത്തും. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. മുന്നിൽ ആൾക്കാർ, ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആക്സിലേറ്ററിന് കാലെടുക്കുക. വണ്ടിയുടെ മൊമെൻ്റ് ഉണ്ടല്ലോ, വണ്ടിയുടെ അത് വന്ന സ്പീഡ്, ഏത് ഗിയറിലാണ്, അതിനൊക്കെ അനുസരിച്ച് കുറേ ദൂരം അത് തനിയെ പോയിക്കോളും. നമ്മൾ ദൂരെ ഒരു ട്രാഫിക് സിഗ്നൽ കാണുകയാണ്, അത് റെഡ് ആവാൻ പോകാമെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ അവിടേക്ക് നല്ല സ്പീഡിലെത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അവിടെയും നമുക്ക് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാം. ഇത് നമ്മുടെ സാധാരണ ഗ്രാമവഴികളാണ്. അവിടെ നോക്കുക, നമുക്ക് വലിയ സ്പീഡ് എടുത്ത് പോകേണ്ട കാര്യമല്ല. അതുകൊണ്ട് കാല് കൊടുക്കാതെ പോവാം. ഇനി ഈ പാല ഉദാഹരണം എടുക്കുക. അതായത് നമ്മളൊരു ഉയരത്തിലെത്തി, ഇനി താഴേക്ക് പോവാം. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ നോക്കി അവിടെയും കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, മാനുവൽ ഗിയറിൽ കോസ്റ്റിംഗ് ചെയ്യുമ്പോൾ RPM താഴാൻ പാടില്ല. അപ്പോൾ എൻജിൻ നോക്കിങ് ഉണ്ടാവും, അത് വരാതെ നോക്കണം. അതാണ് മാനുവൽ ഗിയറിൽ കോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട്. AMTയിൽ പക്ഷെ നല്ല കൂളായിട്ട് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇതിൽ RPM താഴെ വാഹനത്തിൻ്റെ സ്പീഡ് കുറയൊക്കെ ചെയ്താൽ AMT താനെ സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫസ്റ്റ് ഗിയറിലേക്കൊക്കെ മാറും. അപ്പം നമ്മൾ സിറ്റിയിലാണെങ്കിലും ഹൈവേയിലാണെങ്കിലും നമ്മുടെ ചെറിയ പോക്കറ്റ് റോഡുകളിലാണെങ്കിലും ഈ കോസ്റ്റിംഗ് ശീലിക്കണം. ഇപ്പം ഞാൻ കാല് കൊടുക്കണില്ല, കാരണം എനിക്ക് കാല് കൊടുത്തിട്ട് കാര്യമല്ല, മുന്നിൽ ഇങ്ങനെ വണ്ടികൾ പോവാണ്. ഇപ്പം ഫ്യൂവൽ എഫിഷ്യൻസി എത്രയാണെന്നറിയോ? ഇൻസ്റ്റൻറ്റ് കാണിക്കുന്ന 50. അത് 50 കിട്ടുന്നല്ല, പക്ഷേ അതിനുള്ള സാധ്യത ഉണ്ട് അവിടെ. അപ്പോൾ കോസ്റ്റിംഗ് എന്താണെന്ന് കണ്ടല്ലോ. ഇതിനേക്കാളും ഭംഗിയായിട്ട് നിങ്ങൾ ഈ കാര്യം അപ്ലൈ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഒരു റിമൈൻഡർ എന്ന് കരുതിയാൽ മതി. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കോസ്റ്റിംഗ് ചെയ്ത് ഇന്ധനക്ഷമത കൂട്ടാൻ പറ്റും. ഡെഫിനറ്റ്ലി കൂട്ടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ ബ്രേക്ക് പാഡിൻ്റെ തേയ്മാനം കുറയ്ക്കാൻ പറ്റും.
വേറൊരു നമ്മൾ കാണാത്തൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയാം. നമ്മൾ ഈ മത്സരിച്ചുള്ള ഓട്ടം ഉണ്ടല്ലോ, അത് കുറയുമ്പോൾ റോഡിൽ കുറച്ചും കൂടെ സമാധാനം ഉണ്ടാവും. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്നല്ല, ഒരു വെടിക്ക് കുറേ പക്ഷികളുണ്ട് ഈ കോസ്റ്റിംഗ് ചെയ്യിച്ചാൽ. അപ്പോൾ ഓട്ട മലയാളത്തിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം.